അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്ന് പറയാൻ പോകുന്ന വിഷയം ഖബർ സിയാറത്തിനെ സംബന്ധിച്ചിട്ടാണ്. ഖബർ സിയാറത്ത് മാതാപിതാക്കൾ മരിച്ചാൽ, കുടുംബാദികൾ മരിച്ചാൽ സിയാറത്ത് ചെയ്യണം. ഇനി കുടുംബാദികളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളായാലും മറ്റുള്ള മുഅ്മിനീങ്ങളായാലും ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അത് തെറ്റായ കാര്യമോ ശിർക്കോ അല്ല എന്നുള്ളത് സുന്നികളുടെ ആശയം തന്നെയാണ്. ഖബർ സിയാറത്ത് ചെയ്താൽ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിനു പുറമെ ഖബറിൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞാൽ ആ സലാം ഖബറാളികൾക്ക് ഉപകരിക്കും. അവിടെ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ അവർക്ക് ഉപകരിക്കും എന്നുള്ളതാണ് സുന്നികളുടെ വിശ്വാസം. എന്നാൽ സലഫി മുജാഹിദുകൾ ഇന്നുവരെ പ്രസംഗിച്ചു കൊണ്ടുവന്നത് സിയാറത്ത് ശിർക്കാണ്, ഖബർ സിയാറത്ത് ശിർക്കാണ് എന്നുള്ളതാണ്. സുന്നികൾ അവർ പരിഹസിക്കുന്നത് കുബൂരികൾ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആരാധകർ എന്ന അർത്ഥത്തിൽ കുബൂരികൾ എന്ന് സലഫികൾ വിളിക്കാറുണ്ട്. വാസ്തവത്തിൽ ഖബർ സിയാറത്ത് ഖബറാളികൾക്ക് ചെയ്യുന്ന ഇബാദത്തല്ല, അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. അത് ചെയ്യാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഖബർ സിയാറത്ത് ശിർക്കാണെന്ന് പറയുന്നവരാണ് മുജാഹിദുകളും സലഫികളൊക്കെയും. അതല്ല എന്ന് പറയാൻ നിർവാഹമില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി ചിലപ്പോൾ അവർ പറയും സിയാറത്തിനിക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറയും. പക്ഷേ അവർ എതിരാണ്, ശിർക്കെന്ന് വാദിക്കുന്നവരാണ്, തെറ്റാണെന്ന് വാദിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു മുജാഹിദുകള് സലഫികള് ഖബർ സിയാറത്ത് ചെയ്യുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരിച്ച് മറമാടിയതിൻ്റെ ശേഷം അവിടെ യാസീൻ ഓതി ദ്വാരക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഖബറാളികൾക്ക് വേണ്ടി തസ്ബീത്ത് പറയുന്നതോ ദ്വാരക്കുന്നതോ ആരും കണ്ടിട്ടുണ്ടോ? മരിച്ച് മറമാടിയതിൻ്റെ ശേഷം 3-ന്റെ അന്നോ അല്ലെങ്കിൽ 7-ന്റെ അന്നോ അല്ലെങ്കിൽ അല്ലാത്ത ദിവസം ഖബറിൻ്റെ അടുത്ത് പോയി അവർ പ്രാർത്ഥിക്കുന്നതായിട്ടോ അവിടെ സന്ദർശനം നടത്തുന്നതായിട്ട് ഏതെങ്കിലും മുജാഹിദുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അവർക്കതിൽ വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, പിന്നെ ഒന്നും ചെയ്തിട്ട് ഫലമില്ല എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ സലഫികളുടെ നേതാവായ, അവരുടെ ലീഡറായ, അവരുടെ പ്രഭാഷകനായ ഒരാള്, അതാണ് ഹുസൈൻ സലഫി. ഹുസൈൻ സലഫി ഈ കുറേയൊക്കെ മാറി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ചൊക്കെ സുന്നി ആശയത്തിലേക്ക് അദ്ദേഹം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ശൈലി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഖബർ സിയാറത്ത് ചെയ്യണം, ഖബറാളികൾക്ക് വരുന്നാൾ അവരുടെ ദോഷം വിട്ടുപൊറുക്കും. മാത്രമല്ല ഖബർ സിയാറത്ത് ചെയ്താൽ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുമൊക്കെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം. നിങ്ങളത് കേട്ടു നോക്ക്, പിന്നീട് അത് ഞാൻ വിശദമായിട്ട് പറയാം. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ, മക്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ? അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത്. അതുകൊണ്ട് നമുക്ക് 2 നേട്ടമില്ലേ പ്രിയമുള്ളവരെ? ഒന്ന്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ ദുആ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി. ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹ് ശാന്തി നൽകില്ലേ? അതും മാത്രമല്ല
പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ? ഖബർ കാണുമ്പോ ഞെട്ടാത്തവരായിട്ടാരാ ഉള്ളത്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സത്യം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഹുസൈൻ സലഫി. പക്ഷേ ആരും അത് ഖബർ സിയാറത്ത് ചെയ്യലില്ല. അവിടെ പോയി ഖബറാളികൾക്ക് ദുആരക്കുന്ന സലഫികളെ കാണാനില്ല, മുജാഹിദുകളെ കാണാനില്ല. പക്ഷേ ഹുസൈൻ സലഫി സുന്നികളുടെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും മുമ്പിൽ, ഹദീസിന്റെ മുമ്പിൽ, ഖുർആനായത്തിന്റെ മുമ്പിൽ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. മരിച്ച ആളുകൾക്ക് ദുആരെന്നാൽ ദോഷം വിട്ടുപൊറുക്കും എന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് ഞാൻ നിഷേധിച്ചിരുന്നു. ഫസൂറുഹ, ഇപ്പോൾ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, ഖബർ സിയാറത്ത് ചെയ്താൽ ആഖിറത്തിനെ നിങ്ങൾക്ക് ഓർമ്മ നൽകും എന്ന് ഹദീസ് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ജന്നത്തുൽ ബഖിയ, ആ ഖബർസ്ഥാനിൽ പോയി ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറു അഹ്ലൽ ബഖിയ, ജന്നത്തുൽ ബഖിയയിലേക്ക് പോയി ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വയഖൂലു, എന്നിട്ട് അവിടെ പോയി പറയും, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ മിനൽ മുഅ്മിനീൻ വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും മുല്ലാഹിഖൂൻ എന്ന് പോയി അവിടെ സലാം പറയും. എന്നിട്ട് ഖബറാളികൾക്ക് വേണ്ടി അവിടെ ദുആരക്കും. അസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ, മാപ്പ് നൽകട്ടെ എന്ന അർത്ഥം വരുന്ന ആ ദുആരക്കും ഖബറാളികൾക്കും. റവാഹു മുസ്ലിം, ഈ ഹദീസിനെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖബറാളികൾക്ക് പോയി ദുആരക്കാം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ തന്നെ ദുആരക്കുന്നതായിട്ട് സ്പഷ്ടമായിട്ട് കാണാം. യഖ്റുജു ഇലൽ ബഖിയ, ജന്നത്തുൽ ബഖിയയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് വേണ്ടി പോകും. ഫയഖൂലു അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞു. എന്നിട്ട് ദുആരക്കുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി അഹ്ലി ബഖിൽ ഗർഖദ്, ഈ ഖബറാളികൾക്ക് നീ വിട്ടുപൊറുക്കണമേ എന്ന് ദുആരക്കും. റവാഹു മുസ്ലിം, ഈ ഹദീസിനെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ സുന്നികൾ ചെയ്യുന്നത്? ഖബറാളികൾക്ക് വേണ്ടി ദുആരെന്നാൽ അവരുടെ ദോഷം വിട്ടുപൊറുക്കും. മാത്രമല്ല, നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിഷയങ്ങളെ കാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി, മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, എന്തെന്ന്, ഇസ്തഗ്ഫിറൂ ലിമയ്യിത്തിക്കും ഓ സ്വഹാബ, ആ മരിച്ച ഖബറാളികൾക്കൂടെ ആ മയ്യത്തിനിക്ക് വേണ്ടി നിങ്ങൾ വിട്ടുപൊറുക്കൽ ചോദിക്കൂ. വസലൂ ലഹു തസ്ബീത, നിങ്ങൾ തസ്ബീത്ത് പറയൂ. ഫഇന്നഹുൽ ആന യുസലു, ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞാൽ ആ ഖബറാളിയാകുന്ന മയ്യത്തിനെ ചോദ്യം ചെയ്യപ്പെടും മലക്കുകൾ, അതുകൊണ്ട് വിട്ടുപൊറുക്കൽ ചോദിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതല്ലേ സുന്നികൾ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സലഫികൾ ചെയ്യാറുണ്ടോ? മറമാടി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തിരിഞ്ഞു വരും, പിന്നെ അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ തിരിഞ്ഞു നോക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പഠിപ്പിച്ചത്. മറമാടി കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപൊറുക്കൽ ചോദിക്കണം, അതുപോലെ തന്നെ തസ്ബീത്ത് പറയണം. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ കാണാം. ഇനി മരിച്ചവരുടെ അടുക്കൽ ഖുർആൻ ഓതാമോ എന്നുള്ളതാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ വലാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകളുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. അവിടെ രണ്ട് അർത്ഥം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മരണം ആസന്നമായവന്റെ മുമ്പിൽ യാസീൻ സൂറത്ത് ഓതുക എന്നും വ്യാഖ്യാനിച്ചവരുണ്ട്. അതല്ല, മരിച്ച ആളുകളുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക എന്നും വ്യാഖ്യാനിച്ചവരുണ്ട്. രണ്ട് വ്യാഖ്യാനം ശരി തന്നെയാണ്. ലോകപണ്ഡിതനായ മദ്ഹബിന്റെ ഇമാമായ ലക്ഷക്കണക്കിന് ഹദീസ് കാണാതെ പഠിച്ചിട്ടുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഷാഫിയു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, വയുസ്തഹബ്ബു അൻ യഖറഅ ഇൻദഹു ശൈഉൻ മിനൽ ഖുർആൻ,
ആ മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് വല്ലതും, ഖുർആനിൻ്റെ വല്ല ആയത്തും ഓതൽ സുന്നത്താണ്. വൈൻ ഖതമൽ ഖുർആന കുല്ലഹു, ആ ഖബറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ അടുത്ത് ഖുർആൻ മുഴുവനുമായിട്ട് ഖതം തീർക്കുകയാണെങ്കിൽ കാന ഹസന, അത് വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിലും റിയാദുസ് സ്വാലിഹിലും ഉദ്ധരിച്ചതായി കാണാം. ഇനി വേണോ? ധാരാളം തെളിവുകളുണ്ട്. ജാഅത്ത് ഇംറാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗമുൻ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, ആ ഉമ്മാൻ്റെ മേൽ നോമ്പ്, നിർബന്ധമായ നോമ്പുണ്ട്. അഫ അസൂമു അന്ന, ആ ഉമ്മയെ തൊട്ട് ഞാൻ നോമ്പ് പിടിക്കട്ടെയോ? കാലനാം, നോമ്പ് പിടിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഒരാൾ ചെയ്ത അമല് മരിച്ച മയ്യത്തിനിക്ക് ഉപകാരം കിട്ടും എന്നാണ് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടത്. ഇനി നോക്ക് നിങ്ങൾ, സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ഉമ്മഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ മാതത്, മരണപ്പെട്ടു പോയി. ഫഖാല യാ റസൂലല്ലാഹ്, ആ സ്വഹാബി വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അഫ അതസദ്ദഖു അൻഹാ, ആ ഉമ്മയെ തൊട്ട് ഞാൻ സദക്ക കൊടുത്താലോ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കാലനാം, അതേ കൊടുത്തോളൂ ആ സ്വഹാബിനോടെന്ന് പറഞ്ഞു. ശിർക്ക് എന്ന് പറഞ്ഞില്ല, തെറ്റെന്ന് പറഞ്ഞില്ല, സദക്ക കൊടുത്തോളൂ. അപ്പോൾ ആ സ്വഹാബി ചോദിക്കുന്നു, ഫയ്യു സദഖത്തി അഫ്ളലു, ഏത് സദക്കയാണ് ശ്രേഷ്ഠമായത്? ഏത് കൊടുക്കാനും ഞാൻ റെഡിയാണ്. ഏത് സദക്കയാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിക്കുമ്പോൾ ഖാല സഖിയുൽ മാ, നീ കിണർ കുഴിച്ച് വെള്ളം കുടിപ്പിക്കുക, ജനങ്ങൾക്ക് വെള്ളം കൊടുത്തോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആവശ്യഘട്ടത്തിൽ ഏറ്റവും വലിയ സദക്ക വെള്ളം കൊടുക്കലാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ടോ, മരിച്ച മയ്യത്തിൻ്റെ മേൽ വെള്ളം സദക്ക ചെയ്തു, കിണർ കുഴിച്ച് വെള്ളം സദക്ക ചെയ്തു ഈ സ്വഹാബി. നോക്ക് നിങ്ങൾ, അപ്പോൾ മരിച്ച ആളുടെ മേൽ എന്ത് ചെയ്യാം? സ്വതക്ക കൊടുക്കാം എന്നതിനിക്ക് ധാരാളം തെളിവാണ് സഹോദരന്മാരെ. ഇങ്ങനെ എത്ര വിഷയങ്ങളാണ് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കണം, വഹാബികളായ ആളുകൾ സമ്മതിക്കേണ്ടി വന്നു, ഖബർ സിയാറത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സലഫികളായ ആളുകൾ, മുജാഹിദുകളായ ആളുകൾ ആരും അത് തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.